ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ട്രിഗ്നോമെട്രീൻ്റെ പാർട്ട് 4 ആണ്. നമ്മൾ പ്ലസ് വൺ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒരു കാര്യം ചെയ്യുക. ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത നമ്മളെ പ്രൂവ് ദാറ്റ് ഇതെല്ലാം പിന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രൂവ് ദാറ്റിൽ എക്സൈസ് 3.3 പ്രൂവ് ദാറ്റിൽ ഞാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു അവസരം തരാം. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ ബാക്കി കാണിച്ചു ഇവിടെ തമ്മിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ മൂന്നാമത്തെ നാലാമത്തെ എല്ലാ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും നോട്ടിൽ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതിയിട്ടില്ലെങ്കിൽ, അതായത് സൈൻ 75 ടാൻ 15 ഡെറിവേഷൻസ് ഇതെല്ലാം 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റിനെ ഇത് സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തത്, ഇതും ഇവിടുത്തെ വരെ RHS വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 11ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 16ാമത്തെ 17ാമത്തെ ക്വസ്റ്റിന് ഞാനത് LKG എഴുതാൻ കാരണം അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. പക്ഷേ എന്നാൽ പോലും ഇതുപോലും ടഫായില്ല പല മക്കളും നമ്മളെ പ്ലസ് വണ്ണിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റിനെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 17ാമത്തെ ക്വസ്റ്റിന് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് അവിടുത്തെ വരെ ഹെൻസ് പ്രൂവ് വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 18ാമത്തെയും 19ാമത്തെ ക്വസ്റ്റിന് LKG ലെവലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം എന്തായാലും ഇവിടുത്തെ വരെ ഈ ക്വസ്റ്റിൻ ആൻസർ ഇവിടുത്തെ വരെ, ഈ ക്വസ്റ്റിൻ ആൻസർ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 21ാമത്തെ ക്വസ്റ്റിന് കാണുമ്പോൾ കുറച്ച് ടഫ് പോലെ തോന്നും. പക്ഷേങ്കിൽ ഇതിനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എളുപ്പത്തിൽ ഇതിനെ രണ്ടിന്, അതായത് cos 4x cos 2x ക്ലബ് ചെയ്തിട്ട് എന്നിട്ട് ആ ഫോർമുല ഉപയോഗിക്കുക. അതേപോലെ sin 4x sin 2x ഫോർമുല ഉപയോഗിക്കുക. ലാസ്റ്റ് ആൻസർ ഇതെല്ലാം കൂടി തട്ടിപ്പോയിട്ട് ലാസ്റ്റ് cos 3x sin 3x വരും. അപ്പോൾ എന്ത് വരും cot 3x എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 ഇതെല്ലാം ചെയ്യുന്നപ്പോഴത്തേക്ക് 2 ക്യാൻസൽ, cos 3x പിന്നെന്താ ക്യാൻസൽ ആയി പോകുന്നത് ഓക്കെ. ഇവിടുന്ന് ആക്ച്വലി അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ഈ രണ്ടിലും cos 3x ഉണ്ട്, അല്ല cos 3x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെന്താ ബാക്കിയുണ്ട് 2 cos x പ്ലസ് 1 ആണല്ലത്, 2 cos x പ്ലസ് 1 അല്ല. ഓക്കെ, ഡിവൈഡ് ബൈ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു sin 3x കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ sin 3x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക ഇൻറ്റു 2 cos x പ്ലസ് 1. അത് കാണുന്നുണ്ട് നിങ്ങൾ, 2 cos x പ്ലസ് 1 2 cos x ബും ക്യാൻസൽഡ്. അതാണ് ഇവരോട് ചെയ്തിരിക്കുന്നത്. രണ്ടിനും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ഇത് cos 3x കോമൺ ആയിട്ട് പുറത്ത്, ഇവിടെ താഴെ sin 3x കോമൺ ആയിട്ട് പുറത്ത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ cos 3x sin 3x എന്നല്ല എന്തായി മാറി cot 3x, ദാറ്റ് ഈസ് അവർ RHS. ഇതായിരിക്കും ക്വസ്റ്റിന് ആൻസർ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 20ാമത്തെ ക്വസ്റ്റിനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നല്ല ലെവൽ കൂടിയൊരു ക്വസ്റ്റ്യൻ പോലെ, ലെവൽ കൂടിയെന്നല്ല പക്ഷേ കുറച്ചൊന്ന് ട്രിക്കിയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സൊല്യൂഷൻ. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. 23ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ ഇത് എനിക്കൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. cos 4x = 1 - 8 sin square x cos square x. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താ, cos 2x = 1 - 2 sin square x ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താ ഈ പറഞ്ഞ cos 4x അപ്പോൾ എന്ത് എഴുതാം, cos 2x അല്ല. അപ്പോൾ 2x ആകുമ്പോൾ ഇവിടെ x വരും. അപ്പോൾ 4x ആകുമ്പോൾ എന്താ അതിൻ്റെ പകുതി 2x വരും. അപ്പോൾ 1 - 2 sin square 2x എന്ന് പറഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ എന്താ ഇത് സ്ക്വയറിന് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 1 - 2 × sin 2x ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം sin 2x എന്ന് പറയുന്നത് എന്താ 2 sin x cos x. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ 1 - 2 ഇപ്പോൾ ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയർ എടുക്കുക. അപ്പോൾ 2 സ്ക്വയർ പറയുന്നത് എത്രയാണ് 4. അതേപോലെ sin square x cos square x. അപ്പോൾ 2 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ് 8. അപ്പോൾ 8 പിന്നെ എന്തുണ്ട് sin square x cos square x 1 - അപ്പോൾ ഈ സാധനം. അപ്പോൾ എന്താ LHS = RHS. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സെലക്റ്റഡ് എക്സാമ്പിളറിലെ കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റിന് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചിട്ട് ഇത് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ആകെത്ര സ്റ്റെപ്പിലും പക്ഷേ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, അതിൻ്റെ ലോജിക്ക് അത്രയും കുറച്ച് പണിയുണ്ട്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ ആക്ച്വലി വേറെയും കുറേ ക്വസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഇല്ല. ഇതെല്ലാം എന്ത് വരാനാ cos α - β. ഇതൊന്നും എന്തായാലും ഇതൊക്കെ എൻട്രൻസിന് ആവശ്യമായില്ല ക്വസ്റ്റൻസ്. ഇതൊന്നും നിങ്ങൾക്ക് വരില്ല എന്തായാലും. ഈ ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് അധികം ടഫാണ്. ഇതിന് എക്സാം വളരെയധികം ലെങ്തി ടഫ് ആവുകയാണെങ്കിൽ ഈ അൾട്രാ ലെവൽ ടഫ് ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വരും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ആൻസർ ഞാൻ അടുത്ത പേജ് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഞാൻ അൾട്രാ ലെവൽ ടഫ് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടുത്തെ വരെ ഈ 3/2 ഇവിടുന്ന് ഓടിങ്ങി ഇവിടുത്തെ വരെ നിങ്ങൾ എത്തിക്കണം. എന്ത് പണിയുണ്ട് എന്താ നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആയത്. അതായത് ഇങ്ങനെ എൻട്രൻസ് ലെവലിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് 4 വാല്യൂസ് തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ടിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് മൊത്തം സോൾവ് ചെയ്തിട്ട് 3/2 ആൻസർ കിട്ടുവാണെങ്കിൽ ഓപ്ഷൻ അത് കാണുകയാണെങ്കിൽ ഓപ്ഷൻ കാണുകയാണെങ്കിൽ ബൂം ടിക്ക്, അന്നേരം 4 മാർക്ക് കിട്ടും. അതാണ് എൻട്രൻസിൻ്റെ ശൈലി.
അപ്പോൾ ഇതൊരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റൻ ആണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. എന്താണ് A+ ഒന്നല്ല, ഇത് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ മടിക്കുക പറയാം. എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വിശേഷിപ്പിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഇത് ചെയ്യണം. കാരണം നോളജ് വർദ്ധിക്കണമെങ്കിൽ ട്രിഗ്നോമെട്രി നന്നായിട്ട് മനസ്സിലാണെങ്കിൽ ഈ ക്വസ്റ്റ്യനെല്ലാം ചെയ്തേ പറ്റുള്ളൂ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഈ പാഠത്തിൽ ഇനി ആകെ ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയില്ല. അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പാഠത്തിന് ഞങ്ങൾ വൈനപ്പ്. ഞാനിത് ഈ പാഠം ഞാൻ വെറുതെ ഇനി വെച്ച് നീട്ടുന്നില്ല. കുറേ ദിവസം ഇതിനെക്കൊണ്ട് തിരിഞ്ഞും പറഞ്ഞ് കളിക്കും നമ്മൾ. ഇതാ പ്രൂവ് ദാറ്റ് cot 4x ഇൻറ്റു sin 5x പ്ലസ് sin 3x ഈക്വൽ cot x ഇൻറ്റു sin 5x മൈനസ് 3x sin 3x. ഇവിടെ എന്ത് അൽകുദ്ബിനാണി കളിക്കേണ്ടി വരും നമ്മൾ നോക്കാം. Sometimes it is not easy to prove LHS equal to RHS. In such cases, solve both sides separately to prove them equal. അപ്പോൾ അതായത് നമ്മൾ LHS തുടങ്ങിയിട്ട് RHSലേക്ക് എത്തലാണ് പൊതുവെ പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെ ചില കേസിൽ അങ്ങനെ എന്താണ് അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സെപ്പറേറ്റ് സോൾവ് ചെയ്യുക, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെപ്പറേറ്റ് സോൾവ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് സെപ്പറേറ്റ് സോൾവ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് എത്തുക. എന്താ ചെയ്യുക, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ പോലെ തോന്നുന്നുണ്ട്. cot 4x ഇൻറ്റു sin 5x പ്ലസ് sin 3x. അപ്പോൾ കോട്ട് അല്ലേ, ഓക്കെ ഈ പറഞ്ഞ എന്താണ് cot 4x അല്ലേ, cot 4x. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, തൽക്കാലത്തേക്ക് ഇതിനെ ഇങ്ങനെ മറക്കുക, എന്നിട്ട് ഇതിനെ മാത്രം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ cot 4x അവിടെ ഇരിക്കട്ടെ, ഇതെന്നാ sin x പ്ലസ് sin y. അപ്പോൾ സൈൻ ഓഫ് അതായത് 2 sin x പ്ലസ് y/2 ഇൻറ്റു കോസ് എക്സ് മൈനസ് y/2 ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. കോട്ട് അതായത് എന്താണ് cot 4x അവിടെ ഉണ്ട്. നമ്മൾ എന്താണ് sin x പ്ലസ് sin y ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് 2 sin x പ്ലസ് y 5x പ്ലസ് 3x ഡിവൈഡ് ബൈ 2. ഇതപ്പോൾ ഇത് 5 ചക്ക പ്ലസ് 3 ചക്ക 8 ചക്ക ഡിവൈഡ് ബൈ 2 4 ചക്ക. അപ്പോൾ കോസ് ഇൻറ്റു കോസ് എന്താണ് 5x 5 ചക്കയിൽ നിന്ന് എന്ത് കുറച്ച് 3 ചക്ക കുറച്ച് ഡിവൈഡ് ബൈ 2. അപ്പോൾ 5x മൈനസ് 3x എന്ന് പറയുമ്പോൾ 2x എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ x. അപ്പോൾ എന്ത് വന്ന് ഇത് കാര്യമായി ഈ പറഞ്ഞ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ cot 4xന് പകരം കോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം, sin x ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് കോട്ടിൻ്റെ സ്ഥാനത്ത് cot xൻ്റെ സ്ഥാനത്ത് x, അതായത് cot xന് പകരം cot 4x ആണെങ്കിൽ ഇവിടെ കോട്ട് എന്താണ് sin 4x ഡിവൈഡ് ബൈ cos 4x. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ cot 4xന് പകരം cos 4x ഡിവൈഡ് ബൈ sin 4x എന്ന് പറഞ്ഞാൽ എഴുതാം. പിന്നെ ഇതെന്ത് വന്ന് 2 sin 4x cos x. ഞാൻ പറഞ്ഞ പോലെ മറ്റേ sin x പ്ലസ് sin y ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, sin 4xും sin 4xും ക്യാൻസൽ, വേറെ എന്തെങ്കിലും ക്യാൻസൽ ഒന്നുമില്ല. 2 പിന്നെ എന്തെങ്കിലും ആക്കിയിട്ട് 2 cos 4x പിന്നെ cos x. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട് ഈ ക്വസ്റ്റിന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് LHSൻ്റെ സ്ഥിതി. RHS അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നത്. RHSൽ എന്താ cot x ഇതെന്ന സാധനം sin x മൈനസ് sin y. അപ്പോൾ എന്താ ഉപയോഗിക്കുക, sin x മൈനസ് sin y സിക്കൽ 2 cos x പ്ലസ് y/2 ഇൻറ്റു sin x മൈനസ് y/2. അപ്പോൾ cot x ഇൻറ്റു ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്യുമ്പോൾ 2 cos x പ്ലസ് y 5x പ്ലസ് 3x ഡിവൈഡ് ബൈ 2 ഇൻറ്റു sin 5x മൈനസ് 3x ഡിവൈഡ് ബൈ 2. ഇവിടെ ആകെ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ആകെ ഇവിടെ ഒരു സൈൻ നിലത് കോസ്, ഇവിടെ കോസ് നില സൈൻ, അത്ര തിരിച്ചു മറിച്ച് അത്രയേ ഉള്ളൂ, വേറെ സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ cot x പകരം cos x ബൈ sin x ചെയ്തോ ഇൻറ്റു 2 sin ഇവിടെ എന്തുണ്ട് cos 4x എന്തുണ്ട്, പിന്നെ ഇവിടെ sin 5x മൈനസ് 3x എന്ന് പറയുമ്പോൾ 2x ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ x. അപ്പോൾ ഇവിടുത്തെ ഒരു sin x ഇവിടുത്തെ sin x ക്യാൻസലായി. അപ്പോൾ എന്തുണ്ട് 2 cos 4x cos x. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 cos 4x cos x കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോഴും 2 cos 4x cos x. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഹെൻസ് ദി പ്രൂഫ് എന്താണ്, രണ്ടിനും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആണ്. അപ്പോൾ എന്താ LHS ഈക്വൽ RHS. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ടി വരും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിന് A+ ലെവൽ ക്വസ്റ്റിൻ ആവാൻ ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് cot x ഇൻറ്റു cot 2x മൈനസ് cot 2x ഇൻറ്റു cot 3x മൈനസ് cot 3x ഇൻറ്റു cot x ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഈ 3xന് ആക്ച്വലി 2x പ്ലസ് x എന്ന് പറഞ്ഞിട്ട് cot ഓഫ് a പ്ലസ് ബി ഈക്വൽ cot a cot b മൈനസ് a ഡിവൈഡ് ബൈ cot a പ്ലസ് cot b എന്നുള്ള ഫോർമുല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നോക്കാം. അതായത് cot x cot 2x മൈനസ് cot 2x cot 3x മൈനസ് cot 3x cot x ഈക്വൽ ടു 1. അതായത് ഈ cot 3x നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെയെല്ലാം കാണുന്നുണ്ട് cot 3xനാ. അതിനെ cot ഓഫ് 2x പ്ലസ് x എന്ന് പറഞ്ഞിട്ട് എഴുതി. എന്നിട്ട് ഇത് ആക്ച്വലി ഈ സാധനം സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഫൈനലി 1 എന്ന് പറയുന്ന ആൻസർ ഇട്ട് നോക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ cot 3x ഈക്വൽ ടു, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ഫോർമുല ഉപയോഗിക്കുക. അതായത് cot a cot b മൈനസ് 1 ഡിവൈഡ് ബൈ cot a പ്ലസ് cot b. അപ്പോൾ cot 2x ഇൻറ്റു cot x മൈനസ് 1 ഡിവൈഡ് ബൈ cot 2x പ്ലസ് cot x. ഇനി ഒരു കാര്യം ചെയ്യുക, ഈ എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ cot 3x ഇൻറ്റു, അതായത് cot 3x ഇൻറ്റു ഇവിടെ എന്താ ഡിനോമിനേറ്ററിൽ എന്താണ് അതായത് എഡീഷനാണ്, ഇത് 2x പ്ലസ് cot x. അപ്പോൾ എന്താ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. cot 3x ഇൻറ്റു cot 2x. അപ്പോൾ എന്താ cot 3x ഇൻറ്റു cot 2x പ്ലസ്
കോട്ട് 3x ഇൻറ്റു എന്താണ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ഈക്വൽ ഇവിടെ എന്താ ബാക്കിയുള്ളത് കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് 1. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ എന്താ ചെയ്യേണ്ടത്, ഓക്കെ ഈ കോട്ട് 2x കോട്ട് എക്സിനെ ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനിപ്പുറത്തേക്ക് വരട്ടെ, ഇതിപ്പുറത്ത് വരട്ടെ, മൈനസ് ആണ് അപ്പുറത്ത് പോട്ടെ. അപ്പോൾ ഈ കോട്ട് 2x കോട്ട് എക്സ് കോട്ട് 2x വിടുക. അതായത് ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇത് ഇങ്ങോട്ട് എഴുതി തിരിച്ചിട്ട് എഴുതുന്നില്ല. അപ്പോൾ എന്താ കോട്ട് എക്സ് കോട്ട് 2x. അതൊന്നുമില്ല, അതായത് ഇത് സെക്കൻഡ് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് അല്ലേ, ഇത് ഫസ്റ്റിലേക്ക് ഇട്ട് ഇത് സെക്കൻഡിലേക്ക് ഇട്ട് വേറെ സംഭവിച്ചിട്ടില്ല. കോട്ട് എക്സ് കോട്ട് 2x മൈനസ്. അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ എന്താണ് കോട്ട് 2x കോട്ട് 3x. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് കോട്ട് 2x കോട്ട് 3x. ഇനി ഇതിപ്പുറത്തേക്ക് മൈനസ് വരുമ്പോൾ കോട്ട് 3x കോട്ട് എക്സ് ഈക്വൽ ടു 1. അതായത് മൈനസ് 1 ഇപ്പുറത്ത് വെക്കുമ്പോൾ അതായത് എന്താണ് ഈ പറഞ്ഞ വേരിയബിൾസിൽ ഒരു സൈഡിൽ ഈ പറഞ്ഞ നമ്പേഴ്സ് കോൺസ്റ്റൻ്റ് വേറെ സൈഡിൽ നമ്മൾ സിമ്പിൾ 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആയത് എന്താണ് ഞാൻ പണ്ട് ചെറുപ്പം മുതലേ സാറ് പറയുന്നത് കേൾക്കുന്നത്, നിങ്ങൾ വേരിയബിൾസ് ഒരു സൈഡിലാക്കോ, എന്താണ് നമ്പേഴ്സ് എല്ലാം വേറെ സൈഡിലാക്കോ. അത്രയും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനിവിടെ വെച്ച് ഈ സാധനത്തിന് ഇങ്ങെടുത്ത് ഈ സാധനത്തിന് ഇങ്ങെടുത്ത് അപ്പോൾ അതെല്ലാം മൈനസ് ആയിപ്പോൾ ഈ മൈനസ് ആണ് ഇപ്പുറത്ത് പോകുമ്പോൾ +1 ആയി. അപ്പോൾ എന്താ LHS ഈക്വൽ ടു RHS, ഹെൻസ് ദി പ്രൂഫ്, ഹെൻസ് പ്രൂവ്ഡ് ആയി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. പ്രൂവ് ദാറ്റ് cos 6x ഈക്വൽ ടു 32 cos റേസ് ടു 6x മൈനസ് 48 cos റേസ് ടു 4x. ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ മനസ്സ് പറയുന്നുണ്ട്. പ്ലസ് 18 cos square x മൈനസ് 1. നമ്മൾ ഈ cos 6x എന്നെല്ലാം പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇക്വേഷൻ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫോർമുല cos 2x ഈക്വൽ ടു 2 cos square x മൈനസ് 1. ആൻഡ് ദെൻ ഫർദർ യൂസ് cos 3x ഈക്വൽ ടു, ആദ്യം നമ്മൾ ഇത് ഉപയോഗിക്കും cos 2x നമുക്ക് അറിയുന്ന ഫോർമുല. അതിനുശേഷം നമുക്ക് അറിയുന്ന വേറൊരു ഫോർമുല cos 3x, ട്രിപ്പിൾ ആംഗിൾ ഡബിൾ ആംഗിൾ എന്നല്ല, ഡബിൾ ആംഗിൾ ഫോർമുല ട്രിപ്പിൾ ആംഗിൾ ഫോർമുല. cos 3x ഈക്വൽ ടു 4 cos ക്യൂബ് x മൈനസ് 3 cos x. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഈ പറഞ്ഞ ഈ cos 6x-നകരം ഒരു മിനിറ്റ്, ഇതിവിടെ വെച്ചില്ലെങ്കിൽ ഇത് സാധനം നീങ്ങിപ്പോ. cos 6x ഈക്വൽ 32 cos റേസ് ടു 6x. ഓക്കെ, ഇത് തൽക്കാലത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് LHS ഈക്വൽ ഈ സാധനമാണല്ലോ cos 6x എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യുക cos 6x-നാ അതായത് ഈ cos 6x എങ്ങനെയെങ്കിലും അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ഉപയോഗിച്ച് ലാസ്റ്റ് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി മാറ്റണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ cos 6x-നുള്ളത് cos 2 ഇൻറ്റു cos 3x എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, cos 2 ഇൻറ്റു 3, അപ്പോൾ ഈ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആയിക്കോളൂല്ലോ. അപ്പോൾ cos 2 ഇൻറ്റു 3x ഈക്വൽ ടു എന്താണ് 2 cos square 3x. അതായത് ഇവിടെ ഇപ്പോൾ എന്ത് ഫോർമാറ്റാണ് വന്നിരിക്കുന്നത്, cos 2 തീറ്റയിൽ 2 cos square തീറ്റ മൈനസ് 1 ഫോർമാറ്റ് വന്ന്. അതായത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ cos 2 ഉണ്ടല്ലോ, എന്നിട്ട് ഈ 3x-ന് ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. അപ്പോൾ എന്താ ഇതിപ്പോൾ എന്ത് ഫോർമാറ്റ്, ഈ cos ഓഫ് 2 തീറ്റ ഫോർമാറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കും, cos 2 തീറ്റയിൽ 2 cos സ്ക്വയർ തീറ്റക്ക് പകരം, അപ്പോൾ തീറ്റക്ക് പകരം എന്ത് കൊടുക്കണം 3x മൈനസ് 1. ഓക്കെ, അതാണ് അവർ എഴുതിയിരിക്കുന്നത് 2 cos square 3x മൈനസ് 1. ആക്ച്വലി 3x-ന് ഒരു തീറ്റ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ cos 2 തീറ്റ ഫോർമുലയോട് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. മൈനസ് 1 ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു ഞാൻ ഈ പറഞ്ഞ പോലെ cos 3x ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ ഈ സാധനത്തിൻ്റെ കംപ്ലീറ്റിൻ്റെ സ്ക്വയർ റേറ്റിങ്ങിനെ ഇങ്ങനെ എഴുതാവുന്നതാണ് 2 cos 3x ദ ഹോൾ സ്ക്വയർ മൈനസ് 1. അപ്പോൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഇനി എന്താ ചെയ്യുക, ഇനി ഇത് നമ്മൾ മറ്റേ ഫോർമാറ്റ് അല്ലേ, ഇത് cos 3x-ൻ്റെ ഫോർമാറ്റ്. cos 3x നമ്മൾ എന്താ പഠിച്ചത് 4 cos ക്യൂബ് x മൈനസ് 3x. അപ്പോൾ 2 ഇൻറ്റു ഇപ്പോൾ എന്താ ഈ സാധനത്തിന് പകരം 4 cos ക്യൂബ് x മൈനസ് 3 cos x ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതിനി നമ്മൾ എന്താ ഫോർമുല a മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താ 4 cos ക്യൂബ് x. അതേപോലെ ബിയുടെ സ്ഥാനത്ത് എന്താ ഈ പറഞ്ഞ മൈനസ് 3 cos x. അങ്ങനെ തന്നെ അല്ലേ, പിന്നെ ഒരു മൈനസ് 1 ഉണ്ട് അല്ലേ. ഇനി അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. നമ്മളെ ഇതിപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ ഇവിടെ 2 കോമൺ ആയിട്ട് പുറത്തുണ്ട്, പിന്നെ 4, അതായത് ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഞാൻ സോൾവ് ചെയ്യണമെന്ന് അല്ലേ. 4 cos ക്യൂബ് x എന്തുണ്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഈ പറഞ്ഞ 3 cos x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4 cos ക്യൂബ് x ഇൻറ്റു എന്തുണ്ട്, കാരണം മൈനസ് 2ab അല്ലേ, ഇൻറ്റു എന്താണ് 3 cos x. ഇതേ സമയത്ത് ഇതിൻ്റെ 4ൻ്റെ സ്ക്വയർ 16, cos ക്യൂബിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് cos റേസ് ടു 6x. നമ്മൾ ഫോർമാറ്റായി വരുന്നുണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ cos റേസ് ടു x ഫോർമാറ്റായി വരുന്നില്ല. അപ്പോൾ cos റേസ് ടു 6x. പിന്നെ ഈ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 cos x-ൻ്റെ സ്ക്വയർ cos സ്ക്വയർ x, പിന്നെ മൈനസ് 2 ഇൻറ്റു ഈ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12. അപ്പോൾ അതായത് 2 ഇൻറ്റു 4 6 ഇൻറ്റു എന്താണ് ആക്ച്വലി മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 12 മൈനസ് ഞാൻ പറഞ്ഞിരുന്നത് മൈനസ് 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് -8 -8 ഇൻറ്റു എന്താണ്
ഈ പറഞ്ഞ 3 എന്ന് പറയുന്നത് -24 കോസ് ക്യൂബ് എക്സിൻ്റെ കോസ് എക്സ് എത്രയാണ്? കോസ് റേസ്റ്റ് 4x. അപ്പോൾ നമ്മൾ കോസ് റേസ്റ്റ് 4x കാണുന്നുണ്ടല്ലോ. യെസ്. അപ്പോൾ നമ്മളെ ഫോർമാറ്റ് ഏകദേശമായി വരുന്നുണ്ട്. ഇനിയെന്താ, നമ്മളെ ഇവിടെ ഒരു -1 കാണുന്നുണ്ട്. അവിടെ ആക്ച്വലി ആ -1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അല്ല സോറി, നമ്മൾ ചെയ്ത് വരുമ്പോൾ ഉണ്ട്. അത് അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 16 കോസ് റേസ് ടു 6x പ്ലസ് 9 കോസ് സ്ക്വയർ എക്സ് -24 കോസ് റേസ് ടു 4x പിന്നെ ഒരു -1. നമ്മൾ ഏകദേശം ഫോർമാറ്റ് ആയിട്ട് നിങ്ങൾ ഇനി ജസ്റ്റ് ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 16 32 കോസ് സ്ക്വയർ എക്സ് പിന്നെ 2 × 9 കോസ് സ്ക്വയർ എക്സ് 2 × -24 കോസ് റേസ് ടു 4x അപ്പോൾ -48 കോസ് റേസ് ടു 4x പ്ലസ് 2 × 9 കോസ് സ്ക്വയർ എക്സ് അപ്പോൾ 2 × 9 18 കോസ് സ്ക്വയർ എക്സ് -1. യെസ്, അതാണ് നമ്മൾ RHS. 32 കോസ് റേസ് ടു 6x -48 കോസ് റേസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് -1. ദാറ്റ് ഈസ് RHS. എൻ്റെ മോനെ ജയിച്ച്. LHS ഈക്വൽ ടു RHS. ഹെൻസ് വി പ്രൂവ്ഡ് ഇറ്റ് വൺസ് അഗെയിൻ. പവർ വരട്ടെ. അപ്പോൾ എന്താണ്, ഇതോട് കൂടിയിട്ട് ഈ പാഠം അവസാനിച്ചതായിട്ടും പ്രഖ്യാപിക്കുകയാണ്. ഇത് ഈ സാധനം മൊത്തം ഈ എക്സൈസ് 3.4 ഡിലീറ്റ് അടി. നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല. ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പിളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. പോട്ടെ, അതോടുകൂടി പാഠം തീർന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഈ പാഠം വരെയൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. നല്ല ശ്രമമാണ് മാത്തമാറ്റിക്സ് ചെയ്യാണ്ടിരിക്കൽ.